അന്നമനട പഞ്ചായത്തിലെ ചിറയൻചാൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിൽ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത്. പഞ്ചായത്തിലെ പല പദ്ധതികൾക്ക് പിന്നിലും അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. പെരിങ്ങൽകുത്ത് ഉന്നതിയിലെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഗൃഹനാഥനെയും ഭാര്യയെയും ആക്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ചാരക്കാട്ട് വീട്ടിൽ സന്ദീപ്, അതിരപ്പിള്ളി പെരിങ്ങൽകുത്ത് ഉന്നതി സ്വദേശി കാടർ വീട്ടിൽ സുബിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ടെറ്റ് യോഗ്യത നിലവിൽ വരുന്നതിന് മുൻപ് നിയമിതരായ അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കിയുള്ള സുപ്രീം കോടതി വിധിയിലുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്നമനട പഞ്ചായത്തിലെ ചിറയൻചാൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിൽ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത്. 2 കോടി രൂപ ചെലവിട്ടെന്ന് അവകാശപ്പെടുമ്പോൾ ഭിത്തി ഇടിഞ്ഞതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. പഞ്ചായത്തിലെ പല പദ്ധതികൾക്ക് പിന്നിലും അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അന്നമനട പഞ്ചായത്തിലെ ചിറയൻചാൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിൽ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ ചിറയൻചാൽ കെട്ടിസംരക്ഷിക്കുന്നതിനായി 2 ഘട്ടങ്ങളിലായി 2 കോടിയിലധികം രൂപ ചെലവഴിച്ചുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചിറയൻചാൽ സംരക്ഷണ ഭിത്തി ഇടിയുന്ന അവസ്ഥയാണ്. വെണ്ണുത്തുറയിൽ സ്വകാര്യ വ്യക്തിയുടെ മതിൽ കെട്ടി നൽകിയതല്ലാതെ യാതൊരു നടപടികളും നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷാംഗം കെ രവി നമ്പൂതിരി ആരോപിച്ചു. അന്നമനടയിൽ അഴിമതിക്ക് വേണ്ടിയുള്ള അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യമായി ഈ പഞ്ചായത്ത് അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ചിറയൻചാൽ കെട്ടി സംരക്ഷിക്കും, അതുമാതിരി തന്നെ വെണ്ണുത്തറ കെട്ടി സംരക്ഷിക്കും. 7 കോടി 8 കോടി രൂപയുടെ പദ്ധതിയായിട്ട് വെണ്ണുത്തറ, അതുമാതിരി ജില്ലാ പഞ്ചായത്തിൻ്റെ 50 ലക്ഷം രൂപ അതിൻ്റെ ആദ്യഘട്ടം അനുവദിച്ചു. അത് കഴിഞ്ഞാൽ നബാർഡിൻ്റെ സഹായത്തോടെ 7 കോടിയും ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ 1 കോടി, അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ പറഞ്ഞിട്ടാണ് വെണ്ണുത്തറ കെട്ടി സംരക്ഷിക്കാൻ എന്നുള്ള പദ്ധതി തുടങ്ങിയത്. ആ വെണ്ണുത്തറയുടെ അവസ്ഥ ഇന്ന് ചെന്ന് കണ്ടറിയാം. ഒരു സ്വകാര്യ വ്യക്തിയുടെ മതിൽ കെട്ടിക്കൊടുത്തതല്ലാതെ യാതൊരുവിധ നടപടികളും അവിടെ ഉണ്ടായിട്ടില്ല. അതുമാതിരി തന്നെ അതിലും വലിയ അഴിമതിയാണ് ഇപ്പോൾ ചിറയൻചാലിൽ നടക്കുന്നത്. ചിറയൻചാൽ ആദ്യത്തെ വർഷം തന്നെ 1 കോടി 20 ലക്ഷം രൂപ ചെലവ് ചെയ്തതെന്നാണ് പറയുന്നത്. ആ 20 ലക്ഷം രൂപ 1 കോടി 20 ലക്ഷം രൂപ ചെലവ് ചെയ്തതിൻ്റെ അവസ്ഥ കാണുന്നതാണ് ഇന്ന് കാണുന്ന അവസ്ഥ. ഇതൊക്കെ കെട്ടൊക്കെ ഇടിഞ്ഞ് 1 വർഷമായിട്ടില്ല ഇത്ര കാശിൽ പറ്റുക. ആ കെട്ടൊക്കെ ഇടിഞ്ഞും അതിൽ ഭിത്തി കെട്ടിയതൊക്കെ ഇതിലേക്ക് തോട്ടിലേക്ക് തന്നെ മറിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ. കെട്ടുകളൊക്കെ വിണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അവിടെ 1 കോടി രൂപയുടെ എന്ത് പ്രവർത്തനമാണോ നടത്തിയത്? ആർക്ക് വേണ്ടി? വെള്ളം ശുദ്ധീകരിക്കാനാണെങ്കിൽ ആ വെള്ളം ശുദ്ധീകരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, എൻ്റെ ലീഡിങ് ചാനലുകൾ മുഴുവൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും 1 കോടി 80 ലക്ഷം രൂപ ചെലവ് ചെയ്തെന്നാണ് പറയുന്നത്. അത്രയും നടക്കുന്ന അഴിമതി. ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വ്യക്തമായ അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള അജണ്ടയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നത്. കാർഷിക ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ചിറയിലെ വെള്ളം ഉപയോഗിക്കാം എന്ന രീതിയിലായിരുന്നു ചിറയൻചാൽ പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ തടസ്സങ്ങൾ നീക്കി ചാലക്കുടി പുഴയിൽ നിന്നും ചിറയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സാഹചര്യമുണ്ടാക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും വാർഡ് മെമ്പർ CK ഷിജുവും പറഞ്ഞു. ഈ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ ചിറയൻചാലിൽ LDF സർക്കാർ ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഓരോരോ പദ്ധതികൾ കൊണ്ടുവരും. ഒരു പദ്ധതി പോലും നല്ല രീതിയിൽ ചെയ്ത പദ്ധതികളില്ല. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ റീച്ചായിട്ട് 1 കോടി 40 ലക്ഷവും രണ്ടാമത്തെ റീച്ചായിട്ട് 1 കോടി 80 ലക്ഷം രൂപ ഇവിടെ ചെലവഴിക്കാനായിട്ട് കൊണ്ടുവന്നു. ആദ്യത്തെ റീച്ചിൻ്റെ പണി കഴിഞ്ഞു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഒരു സ്നേഹമതിലാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. സ്നേഹമതിൽ ഏത് നേരവും അങ്ങോട്ട് പൊട്ടി വീഴാവുന്ന രീതിയിലാണ്. അത് നമുക്കിവിടെ നോക്കിയാൽ അറിയാം. അതിൻ്റെ പിടിച്ചു വലിച്ച് കെട്ടിയേക്കണ ഓരോ തൂണുകളും പൊട്ടി വിണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഈ ജലാശയം നമുക്ക് ജലസേചനത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഇത് നന്നാക്കണമെന്നാണ് വാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ജലാശയത്തിലേക്ക് വെള്ളം വരാനുള്ള സ്രോതസ്സ് ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ജനോപകാരപ്രദമായ പദ്ധതികൾ പലതും വേണ്ട എന്ന് വെച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പദ്ധതികളാണ് ഭരണസമിതി നടപ്പിലാക്കുന്നത്. അവാർഡിനായി തിരക്കഥ എഴുതിയുണ്ടാക്കിയ പദ്ധതികളല്ലാതെ
അന്നമനടയിൽ വികസനം നടത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് കെ രവി നമ്പൂതിരി മീഡിയ ടൈമിനോട് പറഞ്ഞു. അന്നമനട വാദ്യകലാ കേന്ദ്രത്തിനായി സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് മാലിന്യ ശേഖരണ പ്ലാന്റിന്റെ സമീപത്ത് തന്നെയാണ്. ഇതുമൂലം ജനങ്ങൾക്ക് ഇവിടെ വരുവാൻ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായധനം ലാപ്സാക്കി കളയുന്ന നടപടികളാണ് ഇപ്പോഴത്തെ അന്നമനട പഞ്ചായത്ത് ഭരണസമിതിയുടേതെന്നും കെ രവി നമ്പൂതിരി ചൂണ്ടിക്കാട്ടി. മീഡിയ ടൈം, മാള. പെരിങ്ങൽകുത്ത് ഉന്നതിയിലെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഗൃഹനാഥനെയും ഭാര്യയെയും ആക്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ചാരക്കാട്ട് വീട്ടിൽ സന്ദീപ്, അതിരപ്പിള്ളി പെരിങ്ങൽകുത്ത് ഉന്നതി സ്വദേശി കാടർ വീട്ടിൽ സുബിൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ പുലർച്ചെ പെരിങ്ങൽകുത്ത് ഉന്നതിയിൽ താമസിക്കുന്ന കാടർ വീട്ടിൽ വിശ്വനാഥനെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച വിശ്വനാഥന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്ത കേസിലാണ് പ്രതികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമത്തിലെ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. ചാലക്കുടി DYSP ബിജുകുമാർ PC, അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ SI അനിൽ TD, GASI ഷിജു, GS CPO ബൈജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ടെറ്റ് യോഗ്യത നിലവിൽ വരുന്നതിന് മുൻപ് നിയമിതരായ അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കിയുള്ള സുപ്രീം കോടതി വിധിയിലുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. 1,00,000 അധ്യാപകരുടെ ഭാവി അനിശ്ചിതത്തിലായിരിക്കെ പുതിയ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും റിവ്യൂ ഹർജി ഉൾപ്പെടെ നിയമപരമായ നടപടികൾക്ക് തയ്യാറായി സർവീസിലുള്ള അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ള വിധി നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരിൽ കുറേയേറെ പേർക്ക് ജോലി തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ആ വിധിക്ക് ഇനിയുള്ള അപേക്ഷകരിൽ നിന്നും അവരെ യോഗ്യത നിർണ്ണയിക്കുമ്പോൾ അത് നടപ്പിലാക്കണമെന്നും പഴയ ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ള വിധിയെ നമുക്ക് ആർക്കും മറികടക്കാൻ സാധ്യമല്ല. അതിന് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ റിവ്യൂ ഹർജി കൊടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ റിവ്യൂ ഹർജി കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നമ്മുടെ വാദം അംഗീകരിപ്പിക്കുന്നതിന് പിണറായി വിജയൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് KPSTA ആവശ്യപ്പെടാനുള്ളത്. KPSTA ഉപജില്ലാ പ്രസിഡന്റ് ജിൽസൺ KX അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം CJ ദാമു മുഖ്യപ്രഭാഷണം നടത്തി. സീന M, EA മുഹമ്മദ് അലി, സൈജു PR, സൂരജ് BS, ചഞ്ചൽ PR, മുഹസിൻ BI, സന്ധ്യ D, ഹസീന NS, സിനി വർഗീസ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. അന്നമനട ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി സഹായ ഉപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു സതീശൻ, ഷീജ നസീർ, വയോജന ക്ലബ് പ്രസിഡന്റ് പത്മനാഭൻ മാസ്റ്റർ, സെക്രട്ടറി PK മോഹനൻ, ICDS സൂപ്പർവൈസർ ബിജി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വയോജനങ്ങളും ഭിന്നശേഷിക്കാരുമായ 60ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ IMA തൃശൂർ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ TK സതീശൻ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രക്തദാന ക്യാമ്പിന് IMA പ്രതിനിധി ഡോക്ടർ NG രാധാകൃഷ്ണൻ നേതൃത്വം നൽകി. യോഗത്തിൽ പ്രിൻസിപ്പൽ ലേഖ KS, HM സുജാത M, സ്കൗട്ട് മാസ്റ്റർ ലില്ലിയാൻ C ഡയസ്, NSS പ്രോഗ്രാം ഓഫീസർ നൈന K ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു.
സ്കൂൾ PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത്, വൈസ് പ്രസിഡന്റ് സിജോ CP, അധ്യാപകരായ സൗമ്യ, എഡ്വീന എന്നിവരും രക്തം ദാനം ചെയ്ത് മാതൃകയായി. ഒന്നാമത് തോമസ് പൗലീന അരിമ്പൂർ മെമ്മോറിയൽ അഖില കേരള ഇന്റർ കോളേജിയേറ്റ് പുരുഷ വോളിബോൾ ടൂർണമെന്റിന് മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാമ്പസിൽ തുടക്കമായി. മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ കിഷോർ കുമാർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പന്ത് കളിക്കാതെ നിങ്ങൾക്ക് കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വരുമ്പോൾ നിങ്ങളെല്ലാം ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുകയും നന്നായിട്ട് ഒരുപാട് കുട്ടികൾക്ക് ഏറ്റവും നന്നായി മാർക്ക് കിട്ടുകയും ചെയ്യുന്ന അധ്യാപകരെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് വെച്ചാൽ പോലും അതിന്റെ ബാക്കിൽ നിന്ന് രണ്ടുപേർ പല്ലിച്ച് കാണിക്കും, നിരവധി കാണിക്കും. എന്താണ് ശാപം പഠിപ്പിച്ചിട്ടുള്ളത്? ഞാൻ ട്യൂഷൻ കൊടുത്തിട്ടാണ് പാസ്സായത്. ആലോചിച്ചോളാം, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എവിടെ പോയാലും. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് കണ്ടോ, ഒരു പോയി കിടക്കുന്ന കുട്ടിയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ബാക്കി എല്ലാവരും ഓടി വരും ആവേശത്തിൽ. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ഹോളി ഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ, ആന്റണി മാളിയക്കൽ, ജോസ് CB, ഡോക്ടർ ജിയോ ബേബി, ഡോക്ടർ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. വോളിബോൾ കോച്ച് സഞ്ജയ് ബലിക നേതൃത്വം നൽകി. ദേവഗിരി കോളേജ് കോഴിക്കോട്, ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട, ഡീപോൾ കോളേജ് അങ്കമാലി, സെന്റ് ജോർജ് കോളേജ് അരുവിത്തറ, ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര, ഹോളി ഗ്രേസ് ആർട്സ് കോളേജ് മാള എന്നീ ടീമുകളാണ് ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. തോമസ് ഫൗളിന് അരിമ്പൂർ സ്മാരക ട്രോഫികൾ സ്പോൺസർ ചെയ്യുന്നത് ഹോളി ഗ്രേസ് ഡയറക്ടർ റോബിൻസൺ അരിമ്പൂരും, റണ്ണറപ്പ് ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് ഹോളി ഗ്രേസ് ഡയറക്ടർ ജോസ് ഇലഞ്ഞിപ്പിള്ളിയുമാണ്. രാവിലെയും വൈകുന്നേരവുമായി നടക്കുന്ന മത്സരങ്ങൾ കാണുന്നതിന് പ്രവേശനം സൗജന്യമാണ്. വെള്ളാങ്കല്ലൂർ MES മുകന്ദപുരം താലൂക്ക് കമ്മിറ്റി വെളിച്ചം അഗതി മന്ദിരത്തിൽ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. അന്തേവാസികളോടൊപ്പം ഓണം സദ്യയിൽ പങ്കുകൊണ്ട് സദസ്സ് മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടത്തുന്നത് പറയുകയാണെങ്കിൽ ഈ വെളിച്ചം അതിഥി മന്ദിരം എന്ന് മാത്രമല്ല, ഏതൊരു അതിഥി മന്ദിരങ്ങളായാലും ശരിയായ രീതിയിൽ അന്വേഷിക്കാനും അവരെ പരിപാലിക്കാനും സാധിക്കാത്ത കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേരുന്നത്. അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന മഹാമനസ്കരാണ് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള അതിഥി മന്ദിരങ്ങൾ നടത്തുന്നത്. പ്രസിഡന്റ് ബഷീർ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ബീന ശിവദാസൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, MES ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷമീർ, സെക്രട്ടറി അബ്ദുൾ ജമാൽ, സലീം അറക്കൽ, മുഷ്താഖ് മൊയ്തീൻ, ബാബു വെടിയിൽ, അബ്ദുൾ നിസാർ, ഷാഹിം ഷാഹുൽ, ബാബു സുരാജ്, അബ്ദുൾ സലാം, അബ്ദുൾ ഹാജി, ഹുസൈൻ ഹാജി എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് പോലീസ് അതിക്രമങ്ങളുടെ പരമ്പര അരങ്ങേറിയിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് സായാഹ്ന പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ജോൺ മുണ്ടൻമാണി ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR കിരൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം വിൽസൺ മേച്ചേരി, ജില്ലാ സെക്രട്ടറി ഗബ്രിയേൽ കിഴക്കൂടൻ, നിയോജക മണ്ഡലം സെക്രട്ടറി ജോഷി പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ കലാമേളയ്ക്ക് തുടക്കമായി. കേളി 2025 എന്ന പേരിൽ 2 ദിവസങ്ങളിലായി നടത്തുന്ന കലാമേള ജൂനിയർ കലാഭവൻ മണി എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാർ ആലുവ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി BB രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, ക്ഷേമസമിതി പ്രസിഡന്റ് സുനിൽ കുമാർ, മാതൃസമിതി പ്രസിഡന്റ് സലിത എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി 6 വേദികളിൽ 45 ഇനങ്ങളിലായി 800-ൽ പരം കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത്. മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് ദുർഭരണത്തിനെതിരെ കുറ്റവിചാരണ സദസ്സ് നടത്തി. രാവിലെ 9 മണിക്ക് ആരംഭിച്ച കുറ്റവിചാരണ സദസ്സ് വൈകിട്ട് 6 മണിക്ക് സമാപിക്കും. മതിലകം സെന്ററിൽ നടന്ന കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടന സമ്മേളനം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TS ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈകിട്ടുള്ള സമാപന സമ്മേളനം ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്യും.
DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ, നേതാക്കളായ ES സാബു, മണി കാവുങ്കൽ, OA ജെൻറിൻ, ഷിബു വർഗീസ്, KM ജോസ്, അനസ് അബൂബക്കർ, KY ഷക്കീർ, നിയാസ് ES, KK കൃഷ്ണൻകുട്ടി, VK ഷൺമുഖൻ, EM വിൻസെന്റ്, രാജേഷ് PR, KA സിറാജ്, ജബ്ബാർ പള്ളിപ്പാടത്ത്, ജമാലുദ്ദീൻ പാമ്പിനെഴുത്ത്, TK വിശ്വനാഥൻ, TK പ്രതാപൻ, OS ഷെരീഫ, സിന്ധു രവീന്ദ്രൻ, ഹസീന ഫത്താഹ്, ബീന റഹീം എന്നിവർ പ്രസംഗിച്ചു. ഈ വർഷത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കൊടകര ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M സുധീർ മാസ്റ്ററെ കൊടകര മെർച്ചന്റ് അസോസിയേഷൻ ആദരിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി കാളിയങ്കര ബൊക്കെ നൽകി സ്വീകരിച്ചു. യൂണിറ്റ് ട്രഷറർ ജോഷി നെടുമ്പാക്കാരൻ പൊന്നാട് അണിയിച്ചു ആദരിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി കാളിയങ്കര, ട്രഷറർ ജോഷി നെടുമ്പാക്കാരൻ, വൈസ് പ്രസിഡന്റുമാരായ രാമചന്ദ്രൻ വിസ്മയ, സിൻഡോ പുതുമ, യൂണിറ്റ് ഭാരവാഹികളായ രമേശൻ, ഷിജു ചോനേടൻ, ജോമി കൊളപ്രൻ, ഡേവിസ്, ജോസഫ് പെരുമ്പിള്ളി എന്നിവർ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് പ്രസംഗിച്ചു. സുധീർ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷനും ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായി ഓണാഘോഷം നടത്തി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ചാലക്കുടി DYSP PC ബിജുകുമാർ, ചാലക്കുടി മുനിസിപ്പൽ സെക്രട്ടറി പ്രമോദ്, ചാലക്കുടി ഫൊറോന പള്ളി വികാരി വർഗീസ് പാത്താടൻ, ടൗൺ ജുമാ മസ്ജിദ് ഇമാം K ഹുസൈൻ ബാഗവി, ഗായത്രി ആശ്രമം ചീഫ് ഗുരുദർശന രഹന, ചാലക്കുടി മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർമാർ, ചാലക്കുടിയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ചാലക്കുടിയിലെ പൗരപ്രമുഖർ, ചുമട്ടുതൊഴിലാളി ജീവനക്കാർ, മെർച്ചന്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ വിംഗ്, യൂത്ത് വിംഗ് അംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയതിന്റെ പ്രഖ്യാപനം സെപ്റ്റംബർ 20 നടവരമ്പ് മാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PM ഹസീബ് അലി ജനറൽ കൺവീനറുമായ 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത M രാജേഷിനെ യോഗത്തിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KS ധനീഷ്, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജിത രതീഷ്, പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഗാദർ പട്ടേപ്പാടം എന്നിവർ സംസാരിച്ചു. 15, 16, 17 തീയതികളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഭരണഘടനാ വായനയും 18, 19 തീയതികളിൽ പ്രഖ്യാപന വിളംബര ജാഥയും സംഘടിപ്പിക്കും. 16 മുതൽ 19 വരെ രാവിലെ 7 മുതൽ 9 വരെ ഗൃഹസന്ദർശനം നടത്തി ഭരണഘടനാ പ്രഖ്യാപനത്തിന്റെ ലഘുലേഖ വിതരണം ചെയ്യും. പ്രഖ്യാപന ദിനമായ 20 രാവിലെ വേളൂക്കര പഞ്ചായത്തിലെ കല്ലംകുന്ന് ST സങ്കേതത്തിലെ ഗുണഭോക്താക്കൾക്ക് കൈവശാവകാശ രേഖ വിതരണം നടത്തും. വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി പഠനം പൂർത്തിയാക്കിയ 16 ചെണ്ടവാദ്യ കലാകാരന്മാരുടെ അരങ്ങേറ്റവും നടത്തപ്പെടും. ഭരണഘടനാ വിജ്ഞാനോത്സവ പരിപാടികളിൽ പങ്കെടുത്ത വിവിധ കലാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളെയും ചടങ്ങിൽ ആദരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനട പഞ്ചായത്തിലെ ചിറയൻചാൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിൽ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത്. പഞ്ചായത്തിലെ പല പദ്ധതികൾക്ക് പിന്നിലും അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. പെരിങ്ങൽകുത്ത് ഉന്നതിയിലെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഗൃഹനാഥനെയും ഭാര്യയെയും ആക്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ചാരക്കാട്ട് വീട്ടിൽ സന്ദീപ്, അതിരപ്പിള്ളി പെരിങ്ങൽകുത്ത് ഉന്നതി സ്വദേശി കാടർ വീട്ടിൽ സുബീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്.
ടെറ്റ് യോഗ്യത നിലവിൽ വരുന്നതിന് മുൻപ് നിയമിതരായ അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കിയുള്ള സുപ്രീം കോടതി വിധിയിലുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.